അങ്ങനെ നമ്മുടെ പോർച്ചുഗലും കോങ്കോയും തമ്മിലുള്ള ഗ്രൂപ്പ് സ്റ്റേജിലെ മത്സരം കഴിഞ്ഞിരിക്കുകയാണ്. പോർച്ചുഗലിൻ്റെ ആദ്യത്തെ മത്സരമായിരുന്നു കോങ്കോയുടെയും. കോങ്കോ എന്ന് പറയുമ്പം അവരുടെ ഈ വേൾഡ് കപ്പിലെ ഫസ്റ്റ് അപ്പിയറൻസ് ആണ്. അവർ ആദ്യമായാണ് വേൾഡ് കപ്പ് കളിക്കാൻ വരുന്നത്. അതും വമ്പന്മാരായ പോർച്ചുഗലാണ് അവരുടെ ആദ്യത്തെ എതിരാളികളൊക്കെ. പക്ഷേ ആ പോർച്ചുഗലിനെ സമനിലയെ തളച്ചുകൊണ്ട്, അത് ചുമ്മാ തളച്ചൊന്നുമല്ല, നല്ല അന്തസ്സായിട്ട് കളിച്ച് എല്ലാ പോർച്ചുഗലിൻ്റെ മെയിൻ പ്ലേയേഴ്സിനെയും ഇൻക്ലൂഡിങ് ക്രിസ്ത്യാനോ റൊണാൾഡോനെയും ബ്രൂണോ ഫെർണാണ്ടസിനെയും ബെർണാർഡോ സിൽവേനെയും എല്ലാവരും നല്ല പക്കയായിട്ട് മാർക്ക് ചെയ്ത് അവരെങ്ങനെ വന്നാലും അവരുടെ ഡിഫൻസ് തട്ടിവിട്ടിരിക്കും എന്നുള്ള രീതിയിലൊരു അടിപൊളി മാർക്കിങ്ങോടെയാണ് ഇന്ന് കോങ്കോ കളിച്ചത്. എടുത്തു പറയേണ്ടത് ഡിഫൻസിനെ തന്നെയാണ്. ബോക്സിനകത്ത് എനിക്ക് തോന്നുന്നു പോർച്ചുഗലിൻ്റെ ബോളുകളൊന്നും അധികം കയറ്റുന്ന പോലും ഇല്ലായിരുന്നു. ബോക്സിൽ വന്നാൽ തന്നെ അവർ ഡിഫെൻഡ് ചെയ്ത് പക്കയായിട്ട് അതിനെ ഒഴിച്ചു വിടുന്നുണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് റൊണാൾഡോനെ മാർക്ക് ചെയ്തത്. എന്ന് തോന്നുന്നു മൊത്തം റൊണാൾഡോയ്ക്ക് ഒരു 20 ടച്ചെങ്ങാണ്ട് ബോളിൽ കിട്ടിയിട്ടുള്ളൂ. അത്രയ്ക്ക് നല്ല പക്കയായിട്ട് റൊണാൾഡോനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് എടുത്തു പറയുന്നതാണ്. അത് റൊണാൾഡോയെ പോലൊരു പ്ലെയറിനെ അങ്ങനെ മാർക്ക് ചെയ്യണമെങ്കിൽ അതിന് പക്ക ഒരു ടീം പ്ലാൻ തന്നെ വേണം. അത് നല്ല അടിപൊളിയായിട്ട് ചെയ്തു. പിന്നെ എനിക്ക് തോന്നിയത് എന്തോ റൊണാൾഡോ പണ്ടത്തെ ഒരു ഇത് കിട്ടുന്നില്ല പുള്ളിക്ക് എന്താ പറ്റുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പണ്ടത്തെ ഒരു സെറ്റപ്പ് ഇല്ല ഇപ്പം. അറിയില്ല ഇനി വരുന്ന കളികളിൽ തിരിച്ചു വരുമെന്ന്. എന്തായാലും അവരുടെ ഫസ്റ്റ് മാച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും കാത്തിരിക്കാം ബാക്കിയുള്ള മാച്ചസിന് വേണ്ടി. താങ്ക് യു.